ഇന്ന് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ.സി. ഈ കാര്യം CPM-ന്റെ നെഞ്ചത്തടിച്ചത്. അമിത്ഷാ തീരുമാനിച്ചു, ഒപ്പുവെച്ചത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതൊരു ഡീലാണ്. ആദ്യമായി കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയുമ്പോൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു. അത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. തള്ള തടിവഴിയെങ്കിൽ പിള്ള ഇലവഴി എന്നൊരു പ്രമാണമുണ്ട്. കെ.സി. വേണുഗോപാൽ പറയുന്നത് അമിത്ഷയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് UPSCക്കാണ് പാനൽ വെക്കാനുള്ള അവകാശം. ആ പാനൽ എന്ന് പറയുന്നത് കേരള സർക്കാർ കൊടുത്ത 6 പേരുടെ പാനലിൽ 3 പേരാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് 6 പേരുടെ പാനൽ വിട്ടത് UPSCക്ക് വിട്ടത് അമിത്ഷാ പറഞ്ഞിട്ടാണ്. കെ.സി. വേണുഗോപാലിന്റെ ബുദ്ധി എവിടെയായിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ആ ബുദ്ധിയുടെ വിവരത്തിന്റെ കൂടുതൽ കൊണ്ടുള്ള വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമുക്ക് ലഭ്യമാണല്ലോ, പണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ബുദ്ധിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചൊക്കെ അത് ഇവിടെ പറയുന്നത് കേട്ടു. ഞാൻ പറയുന്നത് 6 പേരുടെ പേര് ഇവിടുന്ന് അയക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒരു പാനൽ ഉണ്ടാക്കുമ്പോൾ പാനലിനകത്ത് കേന്ദ്ര സർക്കാർ 3 സാധ്യതയുള്ള 6 പേരുടെ പേര് കൊടുക്കണം. കേന്ദ്ര സർക്കാരിന്റെ സർവീസിലാണ് ഇവർ പലരും ജോലി ചെയ്യുന്നത്. IPS എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസാണ്. സംസ്ഥാനത്തിന് ബന്ധമില്ലാത്തതും അറിവില്ലാത്തതുമായ കാര്യങ്ങൾ കേന്ദ്രത്തിന് ശ്രദ്ധ വരാം. അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ കേന്ദ്രത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് 6 പേരുടെ പട്ടിക നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലെ വാർത്ത എന്താണ്? പിണറായി വിജയൻ ADGP അജിത് കുമാറിനെ കൊണ്ടു നടക്കുന്നു. എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രവത ചന്ദ്രശേഖരനെ ഇപ്പം നിയമിച്ചിട്ടില്ലെങ്കിൽ ADGP അജിത് കുമാർ DGP ആകുമായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? എന്താ മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം ഒന്ന് മറന്നു പോണത്? അപ്പൊ രവത ചന്ദ്രശേഖർ വരുമ്പോൾ ഇന്നലെ വരെയുള്ള ആഖ്യാനം പൊളിഞ്ഞു. ADGP അജിത് കുമാർ ഉപയോഗിച്ച് എന്തോ ഒരു കാര്യം കേരളത്തിലെ LDF-ന് അവിടെ സാധിക്കാനുണ്ട്. അതിന് അയാളെ RSS തലവന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. അയാളെ ഇപ്പോൾ DGP ആക്കാൻ നോക്കുന്നു. ഇതല്ലേ ഇവിടെ നടത്തിയിട്ടുള്ള പ്രചരണം? ഇപ്പൊ ആ പ്രചരണം എല്ലാം ആത്മഹത്യ ചെയ്തു. RSSന്റെയും അമിത്ഷയുടെയും ഔദാര്യത്തിൽ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടേണ്ട യാതൊരു ഗതികേടും കേരളത്തിലെ CPM-ന്റെ ഒരു നേതാവിനും ഇല്ല. പിന്നെ അമിത്ഷാ ഇങ്ങനെ CPM-നെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്നത് കൊണ്ടും CPM ഇങ്ങനെ അമിത്ഷയുടെ കൂടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ആണല്ലോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ K. രാധാകൃഷ്ണൻ ഉള്ളവരെ എല്ലാം പ്രതിയാക്കി ED കേസെടുത്തിരിക്കുന്നത്. തൃശ്ശൂരിൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിയാക്കി ഇന്ത്യ രാജ്യത്ത് കേസെടുത്തില്ലേ CPM-നെ? ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ട് വാദോരാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കട്ടെ. K. രാധാകൃഷ്ണൻ BA ED അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ AC മൊയ്തീനെ എന്തിന്? ഞാൻ പറയട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അമിത്ഷയുടെ ഒരു ഔദാര്യം വേണ്ട, ഒന്നാമത്തെ പോയിന്റ്. 2, അമിത്ഷയുടെ ഔദാര്യത്തിൽ CBI അന്വേഷിച്ച കേസിൽ നിന്നും രക്ഷപ്പെട്ടവർ വല്ലവരും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കത്ത് കണ്ണൂർ വെച്ച് അടിച്ചു എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഒരു കേസിൽ നിന്നും രക്ഷപ്പെട്ടതെങ്ങനെ? അമിത്ഷയുടെ വീട്ടിൽ പോയത് കൊണ്ടല്ലേ? അമിത്ഷയുമായി ഒത്തുതീർപ്പാക്കിയത് കൊണ്ടല്ലേ? അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ആഭ്യന്തരമന്ത്രികാരിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പായ CBI കൈകാര്യം ചെയ്തൊരു കേസിനകത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനകാര്യ സെക്രട്ടറിയെ പുഷ്പം പോലെ മോചിപ്പിച്ചോ? അമിത്ഷാ എന്ന് പറയുന്ന ഏറ്റവും മാന്യനായ ആഭ്യന്തരകാന്ത്രി ഭരിക്കുമ്പോൾ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ കോൺഗ്രസിന്റെ സെക്രട്ടറിയെ ബലാത്കാരം ചെയ്ത ഒരു കേസിനകത്തുനിന്നും കുറ്റമുക്തനാക്കുന്നു. അങ്ങനെ ആനുകൂല്യം കിട്ടിയ ഇനിയിപ്പോ അമിത്ഷാ ഏറ്റവും ന്യായമായി പെരുമാറി എന്ന് പറയുന്ന ഒരാളാണ് പിണറായി വിജയന്റെ പേരിൽ വേറൊരു ദുരാരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ K.C. വേണുഗോപാൽ ചെന്ന് പെട്ടുപോയ കേസ് പോലെ ഒരു കേസും ഞങ്ങളുടെ പേരിൽ ഇല്ലെന്ന് K.C. വേണുഗോപാൽ പറയുന്നത് സ്വന്തം ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് രക്തസാക്ഷികൾക്കൊക്കെ എന്ത് വില എന്നാണ്. വൈരാഗ്യത്തോടെ പെരുമാറാനായിരുന്നെങ്കിൽ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഒരു MLA ആയിരിക്കെ ഏറ്റവും ക്രൂരമായ വേട്ടയാടലിനും അതിന്റെ ഭാഗമായി അസ്ഥി ഒടിയുന്ന വിധം 6 മാസക്കാലം അനങ്ങാൻ വയ്യാതെ ജീവിക്കേണ്ടി വന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ കരുണാകരന്റെ പോലീസ് പിണറായി വിജയനെ അങ്ങനെ കൈകാര്യം ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ല. അത് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി ഭാരതേക്ഷിയായിരുന്നപ്പോൾ ആ പറഞ്ഞോളൂ, കേൾക്കാം. ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി ഭാരതേക്ഷിയായി ഇന്ത്യയാകെ അടക്കി വേണം പോകും. അതിന് കീഴ്പ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന K. കരുണാകരന്റെ ഇംഗിതമനുസരിച്ചിട്ടാണ് പിണറായി വിജയനെ അന്ന് വേട്ടയാടിയത് എന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും ഞങ്ങൾ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശാരീരികമായോ മറ്റു തരത്തിലോ കൈകാര്യം ചെയ്യുക എന്ന രീതി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞു പോകും. നിയമപരമായിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തക്ക വിധമുള്ള നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ആ നടപടിക്കായി പൊരുതും. ഇതാണ് ഞങ്ങളുടെ രീതി. ഇവിടെ 57-ലാണ് EMSന്റെ സർക്കാർ ആദ്യമായിട്ട് പോലീസുമായി ഇടപെടുന്നൊരു നില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വന്നത്. EMS എന്താണ് ആവശ്യപ്പെട്ടത്? പോലീസിനോട് വ്യക്തിപരമായി എന്തെങ്കിലും ഒത്തുതീർപ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടോ? ഞങ്ങൾ നെഹ്റുവിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഒത്തുതീർപ്പ് വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ? ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. അന്നേ വരെ കേരളത്തിലെ ജന്മികളുടെ ഇംഗിതത്തിനനുസരിച്ച് തൊഴിലാളികൾ ഏതെങ്കിലും കാര്യത്തിൽ സമരം നടത്തിയാൽ അവരെ ഇടിച്ചിഞ്ചപ്പിഴവുമാക്കുന്ന ഒരു പോലീസായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കേരളത്തിലെ ഗവൺമെൻറ് നയം അതായിരുന്നു. അതിനാണ് സെൽഫ് ഭരണമെന്ന പേരിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ പുറത്താക്കിയത് കോൺഗ്രസ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്ത് വന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും CPMന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിച്ചവരല്ല. CPMന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ല പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. 3 കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1, കേരളത്തിലെ പോലീസ് നിയമസമാധാന രംഗത്ത് നീതിപൂർവമായി ഇടപെടണം. 2, കേരളത്തിൻ്റെ പോലീസ് അഴിമതി നടത്തുന്ന പോലീസാകരുത്. 3, കേരളത്തിൻ്റെ പോലീസ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ വർഗീയവൽക്കരിക്കപ്പെടുന്ന പോലീസാകരുത്. ഇവിടെ നിലമ്പൂരിലെ MLA ആയിരുന്നയാൾ, അദ്ദേഹം തൻ്റെ MLA പദവി ഒഴിയുന്നതിന് മുമ്പ് കേരളത്തിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ, CPM പ്രവർത്തകർക്ക് പോലീസിൽ നീതി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ക്യാമ്പയിൻ നടത്താൻ ഇടവന്നത്? CPMന്റെ പ്രവർത്തകർക്ക്, ബ്രാഞ്ച് സെക്രട്ടറിക്ക്, ലോക്കൽ സെക്രട്ടറിക്ക്, മറ്റു നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടുന്നില്ലെങ്കിൽ അൻവറിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? നാട്ടുകാർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? CPM അപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ഈ ഭരണത്തിൻ്റെ ഭാഗമായി പ്രത്യേക ഒരു സൗജന്യവും ഒരു ഉദ്യോഗസ്ഥനും ചെയ്തു തരണ്ട. ഞങ്ങളൊരു ഉദ്യോഗസ്ഥനെയും പ്രത്യേക സൗജന്യം ചെയ്യാൻ നിയോഗിച്ചിട്ടുമില്ല, അതിന് പിന്നാലെ നടക്കുന്നുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെയും പിൻബലത്തിലല്ല ചെങ്കൊടി പിടിച്ച് ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ നാട്ടിലെ മനുഷ്യന് നീതി കൊടുക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, 1ാം പിണറായി സർക്കാരിന് തുടർച്ചയുണ്ടായത് നീതി കൊടുത്ത ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. ആ നീതി കൊടുക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുക. നീതിരഹിതമായി പോലീസ് പെരുമാറിയാൽ കടുത്ത ശിക്ഷണ നടപടി സ്വീകരിക്കുക. ഏതെങ്കിലും തരത്തിൽ പോലീസ് അഴിമതി നടത്തിയാൽ അഴിമതി നടത്തുന്ന പോലീസുകാരെ, ക്രിമിനലുകളെ പുറത്താക്കുക. ഇതാണ് കേരളത്തിലെ LDFന്റെ നയം. ഈ കുത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതിസ്ഥാനത്ത് വന്ന ഉദ്യോഗസ്ഥരെ ആരെയും കേരളത്തിലെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ചവരാണ്. ഒരുപക്ഷെ എന്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കൾ അടക്കമുള്ളവർ അക്കാലത്ത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചിരുന്നവരായിരിക്കും. ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറ്റമുണ്ടായത് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അയാളുടെ പിന്നാലെ, ഈ പറയുന്ന ഇപ്പോഴത്തെ DGP എന്ന രവത ചന്ദ്രശേഖറിന്റെ പിന്നാലെ ഭീകരപ്രവർത്തനത്തിന് പോയോ? കോൺഗ്രസ്സുകാർ പണ്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ വിമാനം തട്ടിക്കൊണ്ടുപോയ പോലെ ഞങ്ങൾ ഈ രവത ചന്ദ്രശേഖരനെ കൊല്ലാനോ, അല്ലെ പിന്നെ കൂത്തുപറമ്പിലെ TT ആന്റണിയെ കൊല്ലാനോ, അല്ലെങ്കിൽ മറ്റേ ഹക്കീം ബത്തേരിയെ കൊല്ലാനോ ഞങ്ങൾ നടന്നു? ഞങ്ങളുടെ പോരാട്ടം രാഷ്ട്രീയവും നിയമപരവുമാണ്. അല്ല, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, CPM ഇതിന് പാർട്ടി കമ്മിറ്റി കൂടുന്നു, എന്നിട്ട് ക്ഷമിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ക്ഷമിക്കുന്നു, അത് നിങ്ങളുടെ ആഖ്യാനമാണ്. ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്, ഞങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നതിൽ മെറിറ്റാണ് പ്രധാനം. മെറിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇവിടെ ഒരു DGP ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഭരണാധികാരം അവസാനിക്കുന്ന കാലത്ത് ചെരുപ്പ് കെട്ടി തൂക്കിയ DGP. അയാളെ മാറ്റി കേരളത്തിലെ മുഖ്യമന്ത്രി. അന്ന് നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നിരിക്കും, കാരണം അദ്ദേഹം RSS ആണ്. RSS എന്ന് മാത്രമല്ല, കേരളത്തിനകത്ത് ഭരണത്തിന്റെ തലവനായിരിക്കുമ്പോൾ, DGP ആയിരിക്കുമ്പോൾ കടുത്ത മതവിദ്വേഷപരമായ ഒരു ആഖ്യാനം ഉണ്ടാക്കിയ ആളാണ് ആ മാന്യൻ. കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത്? അയാളെ തന്നെ വെക്കണം. അവസാനം അയാൾ കോടതി പോയിട്ട് തിരിച്ചു വന്ന കാര്യം നമുക്കറിയാം. അയാൾ പിന്നെ BJP ആയി, RSS ആയി. മുമ്പേ RSS ആയിരുന്നു. അത്തരം ഉദ്യോഗസ്ഥന്മാരൊക്കെ സർവീസിലുണ്ട്. ഇവിടെ എന്താണ് ഈ 3 പേരുമായി ബന്ധപ്പെട്ട പ്രശ്നം? അതിൽ 2 പേരുടെ അയോഗ്യത എന്താണ്? നിതിൻ അഗർവാളിന്റെ അയോഗ്യത എന്താണ് എന്ന് കൂടി താങ്കൾ പറഞ്ഞു പോകും. അതെ 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 ഒരു സർക്കാർ ഫയലിൽ എന്താണ് അയോഗ്യതയെന്ന് ഞാനെങ്ങനെ പറയും?
CPM നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അത് പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെയാണ് ദുരൂഹത. ശ്രീ ഞങ്ങളുടെ പാർട്ടി അനിൽകുമാർ, നിതിൻ സീനിയോറിറ്റി അഗർവാൾ വെച്ചാണെങ്കിൽ ആവേണ്ടിയിരുന്നത് നിതിൻ അഗർവാളാണ്. അവിടെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നിതിൻ അഗർവാൾ കേന്ദ്ര സർക്കാരിന്റെ ഗുഡ് ബുക്സിലുള്ള ആളല്ല, കേന്ദ്ര സർക്കാരുമായി തെറ്റിയ ആളാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തമായ പദവികളിൽ ഇരുന്നിട്ടുള്ള റവാഡ ചന്ദ്രശേഖറെ നിങ്ങൾ തീരുമാനിച്ചത് എന്ന്. അതെ, അവിടെയാണ് ഈ പറയുന്ന ആളുകൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഗുഡ് ബുക്കിൽ ഒരാളില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് കേന്ദ്രം ഇങ്ങോട്ട് അയക്കുന്ന പാനലിലെ ഒന്നാം പേരുകാരനാകുന്നത്? ചർച്ചയ്ക്ക് വരുന്ന ഒരു വീട്ടിൽ ബുദ്ധി വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതിയോ? കേന്ദ്ര സർക്കാർ പാനൽ ഇങ്ങോട്ട് അയക്കുന്നു, ഒന്നാം പേരുകാരൻ. അതെ, ആ നിയമം അതിന്റെ പ്രത്യേകത എന്നാ വെച്ചാൽ 3 പേരുടെ പേര് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാരിൽ മെറിറ്റോറിയസ് ആയി കഴിവാർ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരാര്. കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം ഈ വ്യക്തി ഏതെല്ലാം തരത്തിലാണ് സർവീസിൽ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതിന്റെ കാലത്ത് പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ 3 പേരിൽ നമുക്ക് സ്വീകാര്യമായൊരു പേര് കണ്ടെത്താൻ നിർവാഹമില്ല. പിന്നെന്താണ് ലീസ്റ്റ് ഈവിൽ എന്ന് പറയും. അടിസ്ഥാനം എന്താണെന്നാണ് ചോദ്യം. സീനിയോറിറ്റി ആണെങ്കിൽ നിതിൻ അഗർവാൾ ആണ് ആകേണ്ടിയിരുന്നത് ശ്രീ അനിൽകുമാർ. അല്ല, സീനിയോറിറ്റിയാണ് എല്ലാ കാലത്തും സ്വീകാര്യതയെന്ന് കോൺഗ്രസിൽ പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റനും മേജറും തമ്മിൽ അവിടെ തർക്കം വരുമല്ലോ. ക്യാപ്റ്റനാണോ മേജറാണോ വേണ്ടത് സീനിയോറിറ്റി? അപ്പൊ സീനിയോറിറ്റിയാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ പോയിട്ട് KC വേണുഗോപാൽ ഇരിക്കത്തില്ലല്ലോ. കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധത്തിലല്ല എന്ന് പരാതി കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് പരാതിപ്പെടണം. ഈ മനുഷ്യനെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിന്റെ മോദി സർക്കാർ വേട്ടയാടുന്നു, നിതിൻ അഗർവാളിനെ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് കോൺഗ്രസുകാർ പറഞ്ഞു. ഞാൻ ഇതുവരെ കേട്ടില്ല. ഞങ്ങൾ അയോഗ്യതയും യോഗ്യതയുടെയും പ്രശ്നമില്ല. 3 ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു. ആ 3 ഉദ്യോഗസ്ഥന്മാർ, അതെ, ഞങ്ങൾ 3 ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരിൽ 3 പേരിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. തെരഞ്ഞെടുത്തേ മതിയാവും. അപ്പൊ അതിൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു വ്യക്തമായ വാക്ക് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ ബില്ലുകളുള്ളപ്പോൾ സിവിലിനെ തെരഞ്ഞെടുക്കാൻ ഒരു വ്യക്തത പറയും. അല്ല, അവിടെയാണ് സീനിയോറിറ്റിയാണ് മാനദണ്ഡമെങ്കിൽ കോടതി നോക്കും. നിങ്ങൾ 3 പേർ അതെ, അതുകൊണ്ടാണ് പറയുന്നത് അത് സർക്കാരിന്റെ ഔദ്യോഗിക ഫയലിലെ രഹസ്യമാണ്. സീനിയോറിറ്റിയാണ് ആകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നിഷ പറയുമ്പോൾ അതിൻ്റെ കുറവുണ്ട്. സീനിയോറിറ്റിയാണ് ആകേണ്ടതെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. പാനലിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിന് പരിമിതമായ അധികാരമേ ഉള്ളൂ. ആ അധികാരം ഉപയോഗിച്ചപ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും 2,72 ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റിയിട്ട് ഒരു സേവനം ചെയ്തു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് SFIO മദ്രാസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത കേസ്. അഥവാ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ AKG സെന്ററിന്റെ അഡ്രസ്സിൽ തുടങ്ങിയ കമ്പനിയുടെ പേരിൽ നടത്തിയ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് ആരോപിക്കപ്പെടുന്ന അങ്ങോട്ട് പിടിച്ചോ. മുഖ്യമന്ത്രിയുടെ മകൾ നിയമപരമായ ഒരു ബിസിനസ് നടത്തി. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കരിമണൽ കമ്പനിക്ക് കേരള സർക്കാർ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തോ എന്ന് ചോദ്യം. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ ഇന്ത്യ രാജ്യത്തെ മോദി സർക്കാരിന്റെയോ അമിത്ഷയുടെയോ ഒരു ഔദാര്യവും ആവശ്യമില്ല. എന്തുകൊണ്ട്? നിയമപരമായി ഒരു കുറ്റകൃത്യവും അവർ ചെയ്തിട്ടില്ല എന്ന കോടതി വിധി ഇവിടെ കയ്യിലിരിക്കുന്നു. കുറ്റവിമുക്തനാക്കിയതാണ് എന്ന അഭിപ്രായം CPM ഉണ്ടായിരുന്നെങ്കിൽ 2012 വരെ എന്തിനാണ് ഉദ്യോഗസ്ഥനെതിരെ കേസ് നടത്തി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചത്? അന്ന് അദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ CPM കരുതുന്നുണ്ടോ? ഞങ്ങളുടെ 6 സഖാക്കളെ രക്തസാക്ഷികളാക്കിയത് ഭരണകൂടമാണ്. അവിടേക്ക് ഈ തരത്തിലേക്ക് പോലീസ് സേനയെ വിട്ടുകൊടുത്തത് ആരാണ്? നിങ്ങൾക്ക് കേരള നിയമസഭയിൽ പിണറായി വിജയന്റെ പ്രസംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് ഒരു പുതിയ കാര്യം ഞങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾ കേൾക്കണത്. പിണറായി വിജയൻ അന്ന് ഈ കൂത്തുപറമ്പ് സംഭവം ഉണ്ടായപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. ഞാൻ ആ പ്രമേയത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം ആരുടെ പേരാ പറഞ്ഞത്? രവത ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഉന്നയിക്കുന്ന TT ആന്റണിയാണ്, ഹക്കീം ബത്തേരിയാണ്. TT ആന്റണിയും ഹക്കീം ബത്തേരിയും എങ്ങനെയാണ് ക്രിമിനൽ സംഘത്തെ പോലെ ഗുണ്ട ആക്രമണത്തെ പോലെ നിരപരാധികളായ മനുഷ്യന്റെ മേൽ ചാടി വീണത്? ആ സമയത്ത് വെടിവെപ്പ് നടത്താൻ ഒരു തഹസിൽദാർ അതിന് കങ്കാണിപ്പണി ചെയ്തു.
അതെന്നെ ഉത്തരം പറയാം. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. രവത ചന്ദ്രശേഖർ തലശ്ശേരി ASP എന്ന നിലയ്ക്ക് ചാർജ് എടുത്തിട്ട് 3-ാം പൊക്കമാണ് ഈ സംഭവം. ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ട്. വെടിവെപ്പുണ്ടാകുന്നത് ഹക്കീം ബത്തേരി. അവിടേക്ക് പോകരുത് എന്ന് മന്ത്രിമാരോട് SP മെസ്സേജ് കൊടുക്കുന്നു. പത്മകുമാർ SP മെസ്സേജ് കൊടുത്തപ്പോൾ N രാമകൃഷ്ണൻ പോയില്ല. അപ്പൊ TT ആന്റണി ഹക്കീം ബത്തേരിയും പോലീസ് സംഘമായിട്ട് മന്ത്രിയായിട്ട് അവിടെ വരുന്നു. അവിടെ കളക്ടർ ADM ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായില്ല. കരുണാകരന്റെ ഗൂഢാലോചനയാണ്. ഇത് പറയുന്നത് ആരാണ്? പിണറായി വിജയൻ. എപ്പോഴാണ് പറയുന്നത്? കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ. ഒരു സംഭവത്തിനകത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തുകയോ വേർപെടുത്തുകയോ അല്ല. ഈ നിഷ്കളങ്കനായ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയായ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അന്വേഷണ കമ്മീഷന് മുമ്പാകെ മന്ത്രിയെ കൊല്ലാനാണ് ഡിവൈഎഫ്ഐക്കാർ വന്നത് എന്ന മൊഴി കൊടുത്തത്? ആ മൊഴിയും ശരിയാണ് എന്നിപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഉദ്യോഗസ്ഥൻ നിഷ്കളങ്കനാണ്, കൊച്ചുകുട്ടിയാണ്. ഇങ്ങനൊക്കെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ എന്തിനാ ഈ തൊപ്പിക്ക് കിന്നരി വെക്കുന്നത്? അദ്ദേഹത്തിന് ഒന്നും കിന്നരി വെക്കുന്നത് നിങ്ങളുടെ അറിയില്ല. രാഷ്ട്രീയമാണ്. ഞങ്ങളെ വേട്ടയാടണം. കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ ഞാൻ പറയട്ടെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ കൊലയാളികളായിരുന്നു. അതെ, ആ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ കൊലയാളികളായിരുന്നു. മലയാള മനോരമയുടെ മുമ്പിൽ ഞങ്ങൾ അക്രമകാരികളും കൊലയാളികളുമായിരുന്നു. ഞങ്ങളെ വേട്ടയാടിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിന്നവരാണ് നിങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സംരക്ഷിച്ചപ്പോൾ അതിനെയെല്ലാം അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയം എവിടെയുണ്ട്? അതാണ് സഖാവ് പിണറായി എന്ന് നിയമസഭയിൽ പറഞ്ഞത്. ആ കൂട്ടായി പ്രവർത്തിച്ചവന്റെ തല കരുണാകരനാണ്. ആ കൂട്ടായി പ്രവർത്തിച്ചവന്റെ തല ഹക്കീം ബത്തേരിയാണ്. അത് TT ആന്റണിയാണ്. അവിടെ എന്തുകൊണ്ട് SP വന്നില്ല? അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് MLA ആയിരിക്കുമ്പോൾ നിയമസഭയിൽ ചോദിച്ചെന്തിനാ? അവിടെ ഭരണകൂടം നടത്തിയ വേട്ടയാണ്. രാഷ്ട്രീയ പോരാട്ടം ഭരണകൂടത്തിനെതിരായിട്ടാണ്. ആ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്ന ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യുന്ന മനുഷ്യർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഇന്നും നിൽക്കും, നാളെയും നിൽക്കും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഇപ്പൊ DGP നിയമനം ഭരണപരമാണ്, രാഷ്ട്രീയ തീരുമാനമില്ല. ഭരണപരമായ ഒരു തീരുമാനത്തെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങളെ ആക്രമിക്കുന്നു. രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു കോൺഗ്രസ്. അതിന് കൂട്ടുനിൽക്കരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ കേരളത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റിയിട്ടുണ്ട്. ആരെന്തെല്ലാം കേരളത്തെക്കുറിച്ച് നുണ എഴുതിയാലും കളവ് പറഞ്ഞാലും ഇകഴ്ത്താൻ ശ്രമിച്ചാലും ഈ കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആയത് ഞങ്ങളുടെ പോരാട്ടങ്ങൾ കൂടിയാണ്, ഞങ്ങളുടെ ഭരണ മികവ് കൂടിയാണ്. ഈ കോൺഗ്രസ്സുകാർ ദീർഘകാലം ഭരിച്ച ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലേക്ക് നോക്കൂ. എന്താണ് കേരളത്തിന്റെ മാറ്റം? അതുകൊണ്ട് കൂത്തുപറമ്പല്ല, പുന്നപ്ര വയലാർ സമരം നടത്തിയപ്പോൾ എന്തായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്?